തൃശൂർ നാട്ടികയിലെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിലെന്ന് വാർത്ത. ചായ കുടിക്കാൻ പോലും കയ്യിൽ പണമില്ലെന്ന് ഗുരുതരമായി പരിക്കേറ്റ ഐസിയുവിൽ കഴിയുന്ന ചിത്രയുടെ സഹോദരൻ പറഞ്ഞു. സർക്കാർ ധനസഹായം നൽകാൻ ധാരണയായെങ്കിലും കൂട്ടിരിപ്പുകാർക്ക് പണം ലഭ്യമായിട്ടില്ല. അകത്തിരിക്കുന്ന രോഗികൾക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്തിരിക്കുന്ന ആൾ ഒരു നേരം ഭക്ഷണം കിട്ടുന്നുള്ളൂ. അത് ഉച്ചയ്ക്ക് ഇവിടെ വരുന്നുണ്ട് വണ്ടിയിൽ. ഇവർക്ക് രാത്രി ഉച്ചയ്ക്ക് രാവിലെ ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല. അതുമാത്രമല്ല, എൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്. ഞാൻ ഇതുവരെ അവളെ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടില്ല. ഈ പ്രശ്നമായതുകൊണ്ട് അപ്പോൾ ഇവർക്കൊന്നും തിന്നാനും കിട്ടുന്നില്ല. അതാണ് ഞങ്ങൾ രാവിലെ ഞാൻ ഇവിടെ കഴിച്ചിട്ടില്ല, എൻ്റെ ഭാര്യ കഴിച്ചില്ല, ആരും കഴിച്ചില്ല, ഒന്നും കഴിച്ചിട്ടില്ല. വിവരങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ശരിക്കും സർക്കാർ ഏറ്റ പൈസ ഇവർ കിട്ടാത്തതാണോ പ്രശ്നം? ഏറെ സങ്കടകരമായ വാർത്തയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ തൃപ്രയാർ വാഹനാപകടത്തിൽ പരിക്കേറ്റ 5 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള 8 പേരാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം മന്ത്രി എം പി രാജേഷ് അടക്കം അടിയന്തര ധനസഹായം ലഭ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച്, അതായത് ഇവർക്ക് ഈ നഷ്ടപരിഹാരം അടിയന്തര ധനസഹായം നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇവരുടെ ബന്ധുക്കൾ ആര് എന്ന് കണ്ടെത്തേണ്ടതിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയാകാനുണ്ട് എന്നുള്ളതാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. പക്ഷേ ഇവിടെ കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ച് അവർ ഒരു വല്ലാത്ത ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉച്ചയ്ക്ക് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് മാത്രമാണ് ഇവർക്ക് ആശ്രയം എന്നുള്ളതാണ് പറയുന്നത്. രാവിലെയോ രാത്രിയോ ഭക്ഷണം കഴിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് കൂലിപ്പണി എടുത്ത് കഴിയുന്ന ആളുകളാണ്. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് അന്നന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി. ഈ അപകടം നടന്നതിന് ശേഷം ഇവർക്കാർക്കും തന്നെ ഈ പണിക്ക് പോകാനോ അല്ലെങ്കിൽ തൊഴിലെടുത്ത് ജീവിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ₹1 പോലും എടുക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ ചിത്ര എന്ന് പറയുന്ന ഐസിയുവിൽ കഴിയുന്ന രോഗിയുടെ ബന്ധുവാണ്, അനിയനാണ്, സഹോദരനാണ്. അച്ചുവുമായാണ് സംസാരിച്ചത്. അച്ചു പറയുന്നത് ഈ സർക്കാരിന് ഒരു തരത്തിലും അവർ കുറ്റം പറയുന്നില്ല. ആശുപത്രിക്കകത്ത് അവർക്ക് മികച്ച ചികിത്സ ലഭ്യമാകുന്നുണ്ട്. എന്തൊരാവശ്യമുണ്ടെങ്കിലും ആശുപത്രിയിലെ രോഗിയെ സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ പുറത്തിരിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരു ദുരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് അച്ചു പറയുന്നത്. അച്ചുവിൻ്റെ ഭാര്യ 7 മാസം ഗർഭിണിയാണ്. ഈ സഹോദരിയെ നോക്കുന്നതിന് വേണ്ടി ഈ ഗർഭിണിയായ ഭാര്യയാണ് ഇവിടെ നിൽക്കുന്നത്, കൂട്ടിരിപ്പുകാരെ നിൽക്കുന്നത്. അവർ പോലും രാവിലെയും രാത്രിയും ഒന്നും ഭക്ഷണം കഴിക്കാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പറയുന്നു. ഒരു അടിയന്തര ഇടപെടൽ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാർത്തയല്ല. നമ്മൾ ഇവരുടെ ഒരു ദുരവസ്ഥയിലേക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം മാത്രമാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നത്. എന്തായാലും വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലൂടെയാണ് ഈ കൂട്ടിരിപ്പുകാരടക്കം കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് ഗോവിന്ദാപുരത്ത് നിന്ന് അവർ സ്വരുക്കൂട്ടി ഒരു ₹1500 എത്തിക്കുന്നുണ്ട് ഇവരുടെ ബന്ധുക്കൾ. അതെത്തിയാൽ മാത്രമാണ് ഈ ഭക്ഷണം കഴിക്കാൻ കയ്യിൽ പണം എത്തുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ്.